ഹായ്, ഇന്ന് ഞാൻ ഫ്രണ്ടിൻ്റെ ഒപ്പം പുറത്ത് കഴിക്കാൻ പോവാണ്. ഇപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ്. അപ്പോൾ ഞാൻ പോകുന്നത് ഫ്രണ്ട്, അവൻ്റെ പേര് ഡെന്നിസിനെ പറ്റി പറയുകയാണെങ്കിൽ ഡെന്നിസ് ഭയങ്കര ഒരു എന്താ പറയുന്നത്, ഒരാളുടെ അടുത്ത് നിന്നും പ്രതീക്ഷിക്കാതെ അവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് എപ്പോഴും അവനെപ്പറ്റി ഓർക്കുമ്പം അങ്ങനെ ഒരു ഇമേജ് എപ്പോഴും വരാറ്. പിന്നെ ഇപ്പോൾ കൂടുതൽ പറയാനാണെങ്കിൽ വളരെ നല്ലൊരു വ്യക്തിയാണ്. ഞാനിപ്പോൾ എനിക്കൊരു പെങ്ങളുണ്ടെങ്കിൽ എന്നെ കെട്ടിച്ചു, അത്ര നല്ല വ്യക്തിയാണ്. ഞാനിപ്പോൾ ഡെന്നിസിൻ്റെ അടുത്തേക്ക് എത്തുന്ന ടൈമിൽ ഞങ്ങൾ ഇന്നലെ കഴിക്കാൻ പോയതിൻ്റെ കുറച്ച് വീഡിയോസ് ഉണ്ട്, അത് കണ്ടിട്ട് വാ. അപ്പോഴേക്കും അവിടെ വെച്ച് കാണാം. ഷെല്ലിന്നൊക്കെ അടിക്കൂ. ഡെന്നിസ് പഴയ ഇവിടുത്തെ വാലന്റീന റോസി ആയിരുന്നു. ഇപ്പൊ പുള്ളി ഒന്ന് സെറ്റിൽ ഡൗൺ ഒക്കെ ചെയ്യാനുള്ള പ്ലാൻ. നമ്മള് ഡെന്നിസായിട്ട് ഇന്ന് വന്നേക്കുന്ന ഒരു ടിബറ്റൻ സ്ഥലത്താണ് ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഡെന്നിസ് സജസ്റ്റ് ചെയ്ത സ്ഥലമാണ് ഇവിടെ ബാംഗ്ലൂർ JNCയുടെ അടുത്ത് തന്നെയാണ് ഈ സ്ഥലം വരുന്നത്. JNCയുടെ ഓപ്പോസിറ്റ് ആണ് ഡെന്നിസ് പറയുന്നത്. അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചിട്ട് പറയാം. പിന്നെ നമ്മൾ ഈ ബൺ പൊറോട്ട പോലെ സാധനം എടുക്കുക, എന്നിട്ട് നമ്മളിതൊരു ബീഫിൻ്റെ പീസിന് എടുക്കുക, സ്ലൈസ്ഡ് ആയിട്ട് ബീഫിന് എടുക്കുക. ഇതാ കട വരുന്നത്. ഡെന്നിസിനെ നമുക്ക് കിട്ടിയിരിക്കുന്നു. ഡെന്നിസ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഡെന്നിസ് നമ്മളിന്ന് എവിടെയാണ് പോകുന്നത്? ഇന്ന് ഷോർട്ട് ഗണ്ണായിട്ടാണ് നമ്മള് ജോൺസൺ മാർക്കറ്റിന്റെ അടുത്തൊരു കടയുണ്ട്, അവിടെ പോകാം. അത് അവിടെ എന്താ കിട്ടുക? മട്ടൻ ബിരിയാണി, മട്ടൻ്റെ ഐറ്റംസ്. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാൻ. സിഗ്നൽ മാറിയിട്ടുണ്ട്. ഡെന്നിസേ, ഈ ബാംഗ്ലൂർ ട്രാഫിക്കിലേ ഇപ്പം നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ പെട്ടെന്ന് വരുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? കാരണം നമുക്കിത് ഇത്ര സമയം വെയിറ്റ് ചെയ്യണം. നമുക്ക് നാട്ടിലാവുമ്പോൾ കൊച്ചിയിലൊക്കെ ട്രാഫിക് ഉണ്ടെങ്കിൽ പോലും ഇത്ര ഇല്ലല്ലോ. കൊച്ചിയിലെ ട്രാഫിക് ഒക്കെ സ്വർഗ്ഗം. നിങ്ങൾ എങ്ങനെ ഇതായിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ആവുന്നേ? എനിക്ക് നാട് ഓടുമ്പോ നടുവേ ഓടണം. എന്നെ ഉണ്ടല്ലോ ഈ ബാംഗ്ലൂർ ട്രാഫിക് പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. അത് പേഷ്യൻസ് പഠിപ്പിച്ച് അതെല്ലാരെയും പഠിപ്പിക്കും. അതല്ലാതൊരു കാര്യമുണ്ട്, നമ്മൾ ചില സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ സെൽഫിഷ് ആവണം. ഇപ്പം നമ്മളിതിൽ എല്ലാവരും പോയിട്ട് പോകാമെന്ന് വിചാരിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരു 5 കിലോമീറ്റർ നമ്മളിവിടെ 1 hour കൊണ്ട് ട്രാവൽ ചെയ്തു. അപ്പം എന്നെ പഠിപ്പിച്ചൊരു കാര്യം അതാണ്, നമ്മൾ കുറച്ച് ചില കാര്യങ്ങളിലൊക്കെ ലൈഫിൽ സെൽഫിഷ് ആവണം. ഇപ്പം നമ്മുടെ പ്രശ്നം എന്താ അറിയോ? ഇപ്പം സമയം 2:53. എനിക്ക് വണ്ടി കൊണ്ട് ചേച്ചിക്ക് കൊടുക്കണം 5 മണിയാകുമ്പം ഇലക്ട്രോണിക് സിറ്റിയിൽ. 5 മണിക്കുള്ളിൽ കഴിച്ച് കഴിഞ്ഞ് ഡെന്നിസിനെ കൊണ്ടുവിട്ട് ഞാനവിടെ എത്തണം. എത്തിയാൽ മതിയായിരുന്നു. നാളെ എടുക്കേണ്ടതാണ്. ഇത് എക്സ്പ്രസ്സോ അല്ലേ? ഇത് എക്സ്പ്രസ് വണ്ടി സിറ്റിയിൽ അടിപൊളിയാ, നല്ല പെപ്പിയാ. പക്ഷെ ഹൈവേയിലേക്ക് കയറി കഴിഞ്ഞാൽ ഇച്ചിരി മടുപ്പാ. പിന്നെ AMT അപ്പം AMT ആയതുകൊണ്ട് അതിന്റെ ഒരു താളത്തിൽ നമ്മൾ ഓടിച്ചാൽ ഇത് സെറ്റാ. നമ്മൾക്ക് വണ്ടി ഓവർടേക്ക് ചെയ്യേണ്ടപ്പോൾ വണ്ടി ഓവർടേക്ക് ചെയ്യാൻ തയ്യാറായിരിക്കത്തില്ല. അപ്പോൾ നമ്മൾ അതനുസരിച്ച് ഒന്ന് ഓടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, നല്ല വണ്ടിയാ. ടൗണിലേക്ക് അടിപൊളിയാ. അപ്പോൾ നമ്മൾ കടയിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഡെന്നിസ് പറഞ്ഞ കട. ഇവിടെ നമ്മൾ ആക്ച്വലി വന്നത് മട്ടൻ ബിരിയാണി കഴിക്കാനാണ്. പക്ഷെ ഇവിടെ മട്ടൻ ബിരിയാണി ഇല്ല, ബീഫ് ബിരിയാണി ഉള്ളൂ. ബീഫൊക്കെ നല്ല ജ്യൂസിയാണ്, ബിരിയാണിയും നല്ലതായിരുന്നു. ഇതാണ് നമ്മൾ വന്ന കട. ഇതിൻ്റെ ലൊക്കേഷൻ കറക്റ്റ് എവിടെയാണെന്ന് ഡെന്നിസിനോട് ചോദിക്കാം. ഡെന്നിസ്, കറക്റ്റ് ലൊക്കേഷൻ? അടേ അങ്ങോട്ട് നോക്ക്, വാട്ടർ ടാങ്കിന്റെ അടിയില് ജോൺസൺ മാർക്കറ്റ്. എന്താ? ഓക്കെ. നാട്ടിലെ ഡ്രൈവിങ്ങും ബാംഗ്ലൂരിലെ ഡ്രൈവിങ്ങും കമ്പയർ ചെയ്താ ബാംഗ്ലൂർ എങ്ങനെയാ? കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇവിടെ എല്ലാരും പറഞ്ഞാൽ ഒരു ഗ്യാപ്പ് കണ്ടാൽ കയറ്റുക. നാട്ടിലെ പക്ഷെ നമ്മൾ അങ്ങനെയല്ല, കുറച്ചും കൂടെ ഒക്കെ നമ്മൾ ഡെക്കോറം കീപ്പ് ചെയ്താ ഓടിക്കുന്നത്. നമ്മൾ മറ്റുള്ളവനൊന്നും പറ്റരുത്, നമുക്കും ഒന്നും പറ്റരുതെന്നൊക്കെ ഉള്ള ചിന്തിച്ച് നമ്മൾ ഓടിക്കുന്നത്. ഇവിടെയൊക്കെ നമ്മളൊരു T ജംഗ്ഷനിലെ 4 കോടി ജംഗ്ഷനിലൊക്കെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിർത്തി നോക്കണം എവിടുന്നാ പറന്ന് വരുന്നതെന്ന്. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ സൈഡിൽ നട്ടി ഇടിയ. അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളാണ് ഇവിടുത്തെ ഇതിലുള്ളത്. ഡെന്നിസിനെ കൊണ്ട് വീട്ടിൽ വിട്ടു, എന്നിട്ട് ഇപ്പോൾ ചേച്ചിയെ കൂട്ടാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിക് സിറ്റി എത്താറായിട്ടില്ല. സിൽബോർഡിൽ നിന്ന് ഫ്ലൈ ഓവർ കയറാൻ പോകുന്നേ ഉള്ളൂ. സമയത്തിനെത്തും. ശരിയാ, ഒരു 10-13 മിനിറ്റ് നമ്മൾ നേരത്തെ ആയിരിക്കും. എനിക്കങ്ങനെ നേരത്തെ എത്തി പതിവ് ശീലമൊന്നുമില്ല, കുഴപ്പമില്ല. കറക്റ്റ് സമയത്ത് അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ചേച്ചി ഇന്ന് ഇത്രയും നേരം മഴയില്ലായിരുന്നു, ഇപ്പോഴാ മഴ വന്നത്.